ഹായ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പിള്ളേർ കുറച്ച് ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ പോയി കണ്ടിട്ട് വരൂ കേട്ടോ. എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. എന്താടി? അടുത്ത ആൾ വന്നു ഇപ്പം കിട്ടും, ഇപ്പം ശരിയാവും. അല്ല അങ്കി സാറാ മോളെ, എങ്ങനെ അങ്കീനെ കാറിക്കാൻ നോക്കി നടക്കല്ലേ നീയാ? അല്ലേടി കുറുമ്പി പെണ്ണ്, നോക്കിക്കേ സാറാ കുറുമ്പി. അങ്കീനെ എങ്ങനെ കരയിക്കാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും അത് കേട്ടോ. അങ്കി അത് നേരെ തിരിച്ച് സാറാമോളെ എങ്ങനെ കരയിക്കുക, അല്ലേ വഴക്കുണ്ടാക്കാം, 2 തല്ല് സാറാമോളെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് നടക്കുക അല്ലേ? എന്താ പിള്ളേരെ ഇത്? അങ്കി അവിടെ എന്താ ഇതന്നെ വീടുണ്ടാക്കുന്നോ? കേക്കാണോ? ഓ ശരി. ബൈ ഷിയു. കോയി ബബാണോ? അപ്പോൾ ഇന്ന് ഞങ്ങൾ പിള്ളേരൊക്കെ എന്തായാലും അലമ്പായിട്ട് വീട്ടിലിരിക്കുകയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ശരിയാവുമോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ, നമ്മുടെ പിള്ളേരല്ലേ, പിള്ളേരെ പറ്റിക്കാൻ അതൊക്കെ മതിയല്ലോ. പിന്നെ ഫെലിക്സ് ഉച്ചയാകുമ്പോഴേക്കും വരികയും ചെയ്യും. അപ്പോൾ എന്നാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ, അത് നല്ലതാണോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് ഉണ്ടാക്കി. അപ്പോൾ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് ഒരു ചെറിയൊരു മറ്റേ നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ അവിടെ കിട്ടുന്ന പോലെ അത്ര രുചിയൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോഴേ. അപ്പം ഞാനിത് ഉണ്ടാക്കി വെച്ചപ്പോൾ തൊട്ട് പിള്ളേർ വന്നിട്ട് ആയോ അമ്മ എപ്പോഴാവുന്നേ, ഇതെന്താ സാധനം, ഞങ്ങൾക്ക് പെട്ടെന്ന് താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തർ പച്ചയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് പോകും അതിനകത്തുനിന്ന്. അപ്പോൾ ഞാനത് എണ്ണയൊക്കെ അടുപ്പിലോട്ട് വെച്ചായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോഴത്തേനും നമ്മുടെ അത് കോരുന്ന പാത്രം എടുത്തിട്ട് കോരുന്ന ആ തവി എടുത്തിട്ട് അപ്പുക്കുട്ടൻ ഓടി. പിന്നെ അവൻ്റെ അടുത്ത് നിന്ന് അത് മേടിക്കാൻ പോയിട്ട് ഒരു രക്ഷയില്ല, കാർച്ചയായിരുന്നു. പിന്നെ അവന് വേറൊരു സ്പൂണും തവിയൊക്കെ കൊടുത്ത്, അതൊക്കെയാണ് കേട്ടോ ഇവിടെ കളിപ്പാട്ടങ്ങളായിട്ട് വേണ്ടുന്നത്, സ്പൂണും തവിയൊക്കെയാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അതിന് കുരുമുളകും ഉപ്പും ഒക്കെ തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്നിട്ടൊരു നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു നല്ലൊരു തുണിയിൽ ഇങ്ങനെ ഒന്ന് ആ വെള്ളമായി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. പിന്നെ ഞാനത് എണ്ണയിലിട്ടു. സാധാരണ നമ്മൾ മീനൊക്കെ വറക്കുന്ന മീനല്ല, ചക്കയൊക്കെ വറക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അവസാനം അത് ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയപ്പോൾ അത് കോരിയെടുത്തു. പിന്നെ നമ്മളിത് എന്താ പറയുക, നമ്മൾക്ക് കടകളിൽ നിന്നും കിട്ടുന്ന അത്രയും നല്ലൊരു ഭംഗിയിലൊന്നും കിട്ടില്ല കേട്ടോ, അത്രയും നല്ല ക്രിസ്പി ഒന്നും ആയിരിക്കില്ല കേട്ടോ. ഇനി ഇതെങ്ങനെയുണ്ട് രുചി എന്നൊക്കെ നമുക്ക് പിള്ളേരോട് ചോദിച്ചു നോക്കാം. ചാരാമ്മ എന്നെ തിന്നുവാ? ഉരുളക്കിഴങ്ങ് ലേസ് തിന്നുവാ. ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഇവർക്ക് എന്നാന്ന് ഇവർക്ക് അറിയില്ല. ഉരുളക്കിഴങ്ങാണോ? ഇഷ്ടമായോ? ചോറ് ഇഷ്ടമില്ലെന്നാ പറയുന്നത്, ചോറ് വേണ്ടാന്ന് അല്ലേ? എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നുവോ? സൂപ്പറാണോ? സ്കൂളിലത്തെ ചോറാണോ ഇഷ്ടം? ശരി. അപ്പൂസ് എന്നാ പണി? അപ്പൂസ് നോക്കിയ അപ്പയുടെ +2 എന്തിന്റെ ഇതായിരുന്നു? ബോട്ടണിയുടെ റെക്കോർഡ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. നല്ല മോൻ അല്ലേ അപ്പൂസേ? അങ്കി കാല് പൊക്കല്ലേ അങ്കി? എന്തോ എന്താ അപ്പൂസേ പഠിക്കുന്നേ? അപ്പുകുട്ട പഠിക്കുവാണോ? എന്നാ പഠിക്കുന്നേ? 1 2 ഒളിച്ചേ കണ്ടയാണോ വെക്കുന്നേ? ഒളിച്ചേ കണ്ടേ ഇങ്ങനെയാണോ ഒളിച്ചേ കണ്ട കളിക്കുന്നത്? അപ്പയുടെ റെക്കോർഡ് എടുത്തോട്ട് കളിക്കുന്നു അപ്പുക്കുട്ടൻ. അപ്പനെ വിളിച്ചേ കണ്ടേ കളിപ്പിക്കുകയാണോ? കണ്ടേ പറ. എങ്ങനെ ഞാൻ വീഡിയോ എടുക്കാനല്ലേ? നിങ്ങളെ റൂമിലോട്ട് കയറ്റി കഴിഞ്ഞാലത്തെ അവസ്ഥ ഇതാ.
തലയെണ്ണയും ബെഡ്ഷീറ്റും എല്ലാം എടുത്തോണ്ട് കളഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെ ഒന്ന് പുറത്തിറക്കിയിട്ട് വേണം എനിക്കൊന്ന് റൂമൊന്ന് സെറ്റ് ചെയ്യാൻ അല്ലേ അപ്പൂസേ? 4 പേരും കൂടെ ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയിൽ വരുന്നത്. 4 പിള്ളേരും കൂടെ അല്ലേ? എന്ത് പണിയാ അവിടെ? അവിടെ മുഴുവൻ വൃത്തികേടാക്കിക്കോ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കളിച്ചോളാൻ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെയാണോ ഇടുന്നത്? എന്തെങ്കിലും സാധനം ഇങ്ങനെ നമ്മ അടിച്ചു വരിക മതി. എന്താ കളിക്കുന്നത്? എന്റെ അങ്കി ഇപ്പൊ ചാടണ്ട എന്റെ കുഞ്ഞെ. നീയ അങ്കിക്ക് ചെവിവേദനയും പനിയായത് കാരണം ഡോക്ടർ കഴിഞ്ഞോ? ശരി ശരി. അപ്പുക്കുട്ടൻ്റെ ഓറഞ്ച് കഴിഞ്ഞെന്ന്. അയ്യോ, ഇനി ഓറഞ്ച് ഇല്ല. ഓറഞ്ച് വണ്ടി വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോ കേട്ടോ, നമുക്ക് മേടിക്കാം കേട്ടോ വെച്ച. അങ്ങനെ അടി ഉണ്ടാക്കല്ലോ കേട്ടോ. അച്ഛോ അങ്കിപ്പെണ്ണിന് എന്നെ പറ്റിയിടോ? എന്നെ പറ്റിയേ? ചേട്ടൻ അടി കൊടുത്തോ? എന്താ എന്റെ ഫെലിക്സ് ചെയ്ത്? അവരെടുത്ത് നിന്നോ, അവരെ രണ്ടുപേരും തന്നെ നിർത്തണ്ട കേട്ടോ. ആ ശാരയില്ല അംഗീകാരം കേട്ടോ. നിങ്ങളൊക്കെ വയ്യാണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെ അടി കൊടുക്കുന്നത്? അത് ശരിക്കും വയ്യടാ. ആണ്ടാ അവരെ നോക്ക്. അയ്യോ അതെ ചൂലിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു. എന്താ പിള്ളേരെ? സാരമില്ല, അമ്മ അങ്കിക്കൊരു സൂത്രം. അപ്പൊ കൊണ്ടാണോ ഇന്ന് അടിച്ചു വരുന്നത് മുറ്റം അല്ല ടെറസ്? മഴ ചെറുതായിട്ട് തൂടുന്നുണ്ടോടി? മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അല്ലേ? ആ മഴ ഒരുത്തും തലയിൽ കൈ വെച്ച് അപ്പോഴേക്കും മഴ എന്ന് കേട്ടപ്പോഴേക്കും. മഴ സാറമ്മയുടെയൊക്കെ ഫേവറേറ്റ് സാധനം മഴ. ഒരു സമയത്ത് സാറമ്മോട് തല നനയ്ക്കില്ലായിരുന്നു. തല നനപ്പിക്കുമ്പം ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പം ആ മടിയൊക്കെ മാറി. ഓ മഴ മഴ. ആ ശരിയാ, മഴ തൂളുന്നുണ്ട്. ബാ ഇനി പോയേക്കാം നമുക്ക്. അങ്കി കൂടെ അവിടെ പോയിരുന്നു. എല്ലാവർക്കും ഒരു ടാറ്റ് പറഞ്ഞേരെ സാറാമോള്. ഇനി ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളു, ഇനി എടുക്കാൻ സമയമില്ലെന്ന് പറഞ്ഞേരെ. ഇനി എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയും ഇവര്. ആ എന്നാ എല്ലാവരും ബൈ ബൈ പറഞ്ഞു. അപ്പൊ കൂട്ടെ അങ്കിയും കൂടെ ചെല്ലേ എല്ലാവരും കൂടെ കൂടിയിട്ട് പറ, മിടുക്കിയായിട്ട് പറഞ്ഞു. ടാറ്റ പറഞ്ഞ എല്ലാവർക്കും ടാറ്റ പറയാം. അപ്പൊ കൂട്ട ടാറ്റ പറഞ്ഞേ. ആ ടാറ്റ പറ. അവള് പറഞ്ഞേ ടാറ്റ. ആ അപ്പൊ ഫെലിക്സും പറയടാ.